ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ഷോർട്സൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എല്ലാം പഠിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഒരു വൈറ്റ് കേക്ക്, ഇപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ബ്ലൂ വേണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് ക്രീം ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇതാക്കിയെടുക്കുമ്പോൾ അത് ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക്. പിന്നെ നമ്മുടെ സ്പാച്ചുല വെച്ച് ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും. ഇതൊക്കെ ഒരു ഏറ്റവും സിമ്പിൾ ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ ഫ്ലവർ പോലെ വരച്ചു കൊടുക്കാം. ഇതൊക്കെ ഏറ്റവും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കേക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസൊക്കെയാണ് ഇത്. ഇനി നമുക്ക് ലീവ് നോസിൽ വെച്ചിട്ട് നമുക്ക് ലീവ്സ് വരച്ചു കൊടുക്കാം. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ അടുത്ത് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ ചെറിയ പൂക്കളൊക്കെ ഒരു ഒപ്പീര് പൂക്കളാണ് കേട്ടോ. അതായത് മറ്റേ ഡിസൈൻ ചെയ്തപ്പോൾ അവിടെ ഇവിടെയും കുറച്ച് ഗ്യാപ്പ് വന്നപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നതാണ് ആ ചെറിയ പൂക്കൾ. അത് നമ്മൾ ബേക്കിംഗ് ഇങ്ങനെ ഡിസൈനിങ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയ ഒരു പാളീച്ച പറ്റിയാൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് അതിനെ കറക്റ്റാക്കി എടുക്കുക. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് അതിൻ്റെ മണ്ടയിലും അവിടെയും ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഷുഗർ ബോൾസ് വരുമ്പോൾ തന്നെ കേക്കിന് നല്ലൊരു ഭംഗി വരും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനും നീറ്റായി ചെയ്യാൻ പറ്റും. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ഇതാണ്. അതിനകത്ത് ഞാൻ നടുക്ക് വെച്ചേക്കുന്നത് എഡിബിൾ പ്രിൻ്റാണ്. അത് മീൻസ് എഡിബിൾ പ്രിൻ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ എനിക്ക് വേറൊരു എഡിബിൾ പ്രിൻ്റ് ചെയ്യാനുള്ളത് കൊണ്ട് അതിനകത്ത് ഇതും കൂടി ചെയ്തെടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്.